ലോകം ഉറ്റുനോക്കിയ ജനീവ ചർച്ചകൾ വഴിമുട്ടുന്നു. ഇറാന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിബന്ധനകളുമായി അമേരിക്ക. ഒന്നെങ്കിൽ കീഴടങ്ങുക അല്ലെങ്കിൽ യുദ്ധം നേരിടുക എന്ന അന്ത്യശാസനയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മൂന്നാം വട്ട ചർച്ചകളിൽ സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ്. ജനീവയിൽ വെച്ച് നടന്ന ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് പൂർണ്ണ വിരാമം ഇടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇറാന്റെ നട്ടലൊടിക്കുന്ന നിബന്ധനകളാണ്. ഒന്ന്, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളായ ഫോർഡെ, നെതാൻസ്, ഇസ്ഫഹാൻ എന്നീ പ്രധാന ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കണം. രണ്ട്, ഇറാൻ നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ അമേരിക്കയ്ക്ക് നൽകണം. മൂന്ന്, കാലപരിധിയില്ലാത്ത കരാർ. പഴയ 2015 ആണവ കരാറിൽ ചില നിബന്ധനകൾക്ക് നിശ്ചിത വർഷത്തിന് ശേഷം കാലാവധി അവസാനിക്കുകയാണ്. എന്നാൽ പുതിയ കരാർ ശാശ്വതമായിരിക്കണമെന്നും ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം എന്നേക്കുമായി നിലനിൽക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. 4, സമ്പുഷ്ടീകരണം പാടില്ല. വൈദ്യശാസ്ത്ര ആവശ്യത്തിനല്ലാതെ രാജ്യം ഒരിടത്തും യുറേനിയം സമ്പുഷ്ടീകരിക്കരുത്. ജനീവയിൽ നടന്ന ചർച്ചകളിൽ സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാഡ് കുഷ്നർ എന്നിവർ നയിക്കുന്ന US സംഘം ഇറാന് മുന്നിൽ കടുത്ത നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ ഇറാൻ എത്രത്തോളം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നതിനെ കുറിച്ചുള്ള ഇവരുടെ റിപ്പോർട്ടുകൾ ട്രംപ് പരിശോധിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തണോ അതോ നയതന്ത്ര ചർച്ചകൾ തുടരണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച അന്തിമ തീരുമാനമെടുത്തേക്കും. ഫെബ്രുവരി 26 നടന്ന ചർച്ചകളെ ഒരു മേക്ക് ഓർ ബ്രേക്ക് നിമിഷമായാണ് അമേരിക്ക കാണുന്നത്. ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ നയതന്ത്രത്തിന്റെ വഴി അടഞ്ഞതായി ട്രംപ് പ്രഖ്യാപിച്ചേക്കാം. ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് പരിമിതമായ വ്യോമാക്രമണങ്ങൾക്ക് ട്രംപ് ഉത്തരവിട്ടേക്കാം. അല്ലെങ്കിൽ ഭരണമാറ്റം ലക്ഷ്യം വെച്ചിട്ടുള്ള ശക്തമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകും. ഒരു കരാർ ഉണ്ടാക്കാനാണ് എനിക്ക് താല്പര്യം, പക്ഷേ അത് നടന്നില്ലെങ്കിൽ ആ രാജ്യത്തിന് ഇതൊരു മോശം ദിവസമായിരിക്കും എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. അമേരിക്കൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ ഇറാനെതിരെയുള്ള യുദ്ധം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു വലിയ വിജയം നേടാൻ സൈനിക നീക്കം ആവശ്യമാണെന്ന് ട്രംപിന്റെ മറ്റു ചില ഉപദേശകർ വാദിക്കുന്നു. ചർച്ചകൾ പാളുന്നത് ഒഴിവാക്കാൻ യുറേനിയം സമ്പുഷ്ടീകരണം 3 മുതൽ 5 വർഷത്തേക്ക് നിർത്തിവെക്കാമെന്നും സമ്പുഷ്ടീകരണ തോത് 1.5% കുറയ്ക്കാമെന്നും ഇറാൻ നിർദ്ദേശിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സൺസൈഡ് ക്ലോസ് ഇല്ലാത്ത ശാശ്വതമായ കരാർ വേണമെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക. ഇറാൻ ഉടൻ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ആദ്യം ആക്രമണം നടത്തുമെന്നും അതിനുശേഷം അമേരിക്ക പിന്തുണയ്ക്കുമെന്നും ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾ ആഗ്രഹിക്കുന്നതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ കാണുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് ഇപ്പോൾ നടക്കുന്നത്. 100-ലധികം യുദ്ധവിമാനങ്ങളും B-2 ബോംബർ വിമാനങ്ങളും ഖത്തറിലെയും UAE-യിലെയും ബേസുകളിൽ സജ്ജമാണ്. കൂടാതെ 150ഓളം AH-64E അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായി നിലയുറപ്പിച്ചു നിൽക്കുകയാണ്. അമേരിക്കൻ നീക്കത്തിന് മറുപടിയായി ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയും പേർഷ്യൻ ഗൾഫിൽ നാവിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹൊർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണിയും ഇറാൻ ഉയർത്തുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ട്രംപിന് മുമ്പിൽ ചില റെഡ് ലൈനുകൾ വെച്ചിട്ടുണ്ട്. വെറും ഒരു കരാർ കൊണ്ട് കാര്യമില്ല എന്നും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കണമെന്നുമാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇറാനിൽ നിലവിലുള്ള എല്ലാ ആണവ പദാർത്ഥങ്ങളും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നും ആണവ പദ്ധതികൾക്കൊപ്പം ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് ഇസ്രായേൽ വാശി പിടിക്കുന്നത്. അമേരിക്കയുടെ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ സ്വന്തം നിലക്ക് സൈനിക നീക്കം നടത്താൻ തയ്യാറെടുക്കുകയാണ്. ഇസ്രായേലിലെ ജനങ്ങളോട് യുദ്ധത്തിന് സജ്ജരാകാൻ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തന ഏജൻസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻപത്തെ പോലെ ഇസ്രായേൽ ഒറ്റയ്ക്ക് ആക്രമിക്കാതെ ഇത്തവണ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയും പങ്കാളിത്തത്തോടു കൂടിയും ഒരു വലിയ നീക്കമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ട്രംപിന്റെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്കൻ വ്യോമസേനയ്ക്കൊപ്പം ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്താനുള്ള പദ്ധതികൾ ഇതിനകം തയ്യാറായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ
12 ദിവസം നീണ്ടു നിന്നൊരു യുദ്ധം നടന്നിരുന്നു. അന്ന് ഇസ്രായേൽ ഇറാന്റെ ചില ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ആ യുദ്ധത്തിന് ശേഷം ഇറാന്റെ വ്യോമ പ്രതിരോധം ദുർബലമാണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം ഇറാന്റെ ആണവ മോഹങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഉപയോഗിക്കണമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ചർച്ചകൾ വിജയിച്ചാൽ അത് ഇസ്രായേലിന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ യുദ്ധം വഴി ലക്ഷ്യം നേടാം. ഇതാണ് ഇസ്രായേലിന്റെ പോളിസി. നയതന്ത്രത്തിന്റെ വാതിലുകൾ ഏകദേശം അടഞ്ഞ മട്ടാണ്. ട്രംപിന്റെ തീരുമാനം ലോകത്തെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ, അതോ അവസാന നിമിഷം ഒരു സമാധാന കരാർ ഉണ്ടാകുമോ? ട്രംപിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്ന ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്.